ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് സർവീസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഐഫോൺ 50 പ്രോ ആണ്. ഇത് കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ടോട്ടലി ഡെഡ് ആയതാണ്. അതായത് വേറൊരു ഷോപ്പിലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് കസ്റ്റമർ നമ്മുടെ അടുത്തേക്കാണ് വന്നത്. സോ ഇത് അൺടച്ച്ഡ് മദർ ബോർഡാണ്. അതായത് വേറെ ടെക്നീഷ്യൻ സർവീസ് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മളാണ് സർവീസ് ചെയ്യുന്നത്. സോ ഇത് അതായത് ഫ്രഷ് മദർ ബോർഡാണ്. സോ ഇത് DCയിൽ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ബോർഡ് ഷോർട്ട് കാണിക്കുന്നുണ്ട്. സോ ബോർഡിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമുക്കിത് ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ട്, കറക്റ്റ് റീഡിങ് പ്രോപ്പർ അല്ല. സോ ഈ ഷോർട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതേപോലെ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളാണ്. സോ ലെയർ റിമൂവിങ് മുതൽ ഷോർട്ട് ഫൈൻഡ്, അതായത് ഷോർട്ട് ഫൈൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ലെയർ തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് ഫോൺ ബൂട്ടാക്കുന്നത് വരെയുള്ള ഫുൾ വീഡിയോ ഉണ്ട്. അതായത് A to Z കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു 38 മിനിറ്റുള്ള ടോട്ടൽ വീഡിയോ ആണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതേപോലെ ജസ്റ്റ് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് എന്തായാലും ലെയർ റിമൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കിതിലുള്ള പ്ലാസ്റ്റിക്, അതായത് ഇതേപോലെ സ്റ്റിക്കേഴ്സ് അതേപോലെ ഈ കണ്ടൻറ്റ് ചുറ്റി വരുന്ന ഈ പ്ലാസ്റ്റിക്, അതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അടുത്തുള്ള കമ്പൗണ്ട്സോ കാര്യങ്ങളൊന്നും ഡാമേജ് ആയിരിക്കാനായിട്ട് കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്തും ഫിക്സ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ അടുത്തുള്ള കമ്പൗണ്ട്സോ കാര്യങ്ങളൊന്നും ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുപാട് വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കറാണ്. സോ ഇത് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് തിരിച്ച് ഇതിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. സോ അതേപോലെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ പ്ലാസ്റ്റിക് വരുന്നുണ്ട്, അതായത് ഒരു ബ്ലാക്ക് സ്റ്റിക്കർ വരുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ. സോ ഞാനിത് റിമൂവ് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതാണ് TULൻ്റെ TW01 എന്ന ട്യൂസറാണ്. പെർഫെക്ഷനാണ്, അതായത് നമുക്ക് IC റിമൂവ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. സോ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ വേറൊരു ചെറിയൊരു കാര്യം ഇതിൽ പെൻഡിങ് ഉണ്ട്. അതായത് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ചെറിയൊരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യാണ്ടിരുന്നാൽ നമ്മുടെ ബോർഡ് അത് റിമൂവ് ആവത്തില്ല, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ലോവർ ബോർഡും അപ്പർ ബോർഡും തമ്മിൽ ഒരു സ്ക്രൂ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ സ്ക്രൂ റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രീ ഹീറ്റർ ഇതിൻ്റെ മുന്നേയും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബോർഡ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും 100% പെർഫെക്റ്റ് ആണ്. കാരണം ഇതിൻ്റെ ഈ ലെയേഴ്സിൽ മാത്രമാണ് അതിൽ ഹീറ്റിംഗ് വരത്തുള്ളൂ. ടോട്ടൽ മദർ ബോർഡ് നമുക്ക് ഹീറ്റ് ആവില്ല. ഇതിൻ്റെ ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 220 ഹീറ്റിൽ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് 220 ഹീറ്റ് നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ 220 ഹീറ്റിൽ നമുക്ക് ഒരു 220 ഹീറ്റ് ആയതിനു ശേഷം ആ കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് കിട്ടില്ല. ഏകദേശം ഒരു മിനിറ്റൊക്കെ നമുക്ക് അധികം വെക്കേണ്ടി വരും. സോ ഈ ഒരു മിനിറ്റ് അധികം വെക്കുന്നവരെ നമുക്ക് മദർ ബോർഡിലേക്ക് അധികം ഡാമേജ് വരെ കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് ഇതിൽ 40 സീരീസിലും അതേപോലെ 15ലും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് പെട്ടെന്ന് CPU-ലേക്ക് ഹീറ്റ് തട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു മോഡിൽ നമുക്ക് 50 പ്രോ അതിൽ 50+, 50 പ്രോ മാക്സ്, ഈ 4 മോഡൽ നമുക്ക് ഒരൊറ്റ മോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ താഴെ 50നും 50+ഉം ഉണ്ട്, മുകളിലത്തെ പോർഷനിൽ 50 പ്രോയും 50 പ്രോ മാക്സും. ഇതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് നമ്മൾ ഹീറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹീറ്റ് ഏകദേശം 149 ആയിട്ടുണ്ട്. നമുക്ക് ഇത് 220 ആകുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോസിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ, അതായത് ഇതിപ്പോൾ ജസ്റ്റ് ഇത്രയും ഒരു ലെങ്ത് ഉള്ളതുകൊണ്ട് വെയിറ്റിങ്ങിൻ്റെ ചെറിയൊരു ഏരിയാസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ടിപ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 220 ഹീറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ അതായത് ഈ 220 ഹീറ്റ് ആകുന്നത് വരെ ജസ്റ്റ് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലെ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും എത്രയാണ് ഹീറ്റ് ഓരോ മോഡലിന് കൊടുക്കേണ്ടത്. സോ ഈ ഒരു 50 സീരീസ് നമുക്കൊരു 180 മുതൽ 220 ഹീറ്റിൻ്റെ അടുക്ക് നമുക്കത് റിമൂവ് ആയിട്ട് കിട്ടും. സോ 220 ഹീറ്റ് ആകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഹീറ്റ് ആകുന്നവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഈ ഒരു മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഉപകരണങ്ങളുണ്ട്. ഇതിൻ്റെ ഈ ഹെഡ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ ഇപ്പോൾ iPhone 15 അല്ല 16, 17 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ ഈ 16ഉം 17ഉം ഇതിൻ്റെ സെപ്പറേറ്റ് ഈ ഒരു മോൾഡ് മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. സോ ഇത് ഏകദേശം ഹീറ്റിംഗ് ആയിട്ടുണ്ട്. സോ വീഡിയോ ജസ്റ്റ് ഒരു ബ്ലറിങ് വരുന്നുണ്ട്. സോ കൈയും കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ടാണ്. കാരണം അതായത് വീഡിയോ എടുക്കുന്നതും അതുപോലെ വർക്ക് ചെയ്യുന്നതും അറ്റ് എ ടൈമാണ്. ജസ്റ്റ് ഏറ്റവും ഫ്രണ്ടിലാണ് ഉള്ളതും ഫോൺ. സോ ലെയർ റിമൂവ് ആക്കിയിട്ടുണ്ട്. ലെയർ റിമൂവ് ആക്കിയതിന് ശേഷം സെയിം സ്പോട്ട് തന്നെ നമ്മൾ മെഷീൻ ഈ അപ്പർ ബോർഡും കൂടി ലോവർ ബോർഡും കൂടി റിമൂവ് ചെയ്യാം. സോ ഇത് രണ്ടും ലോവർ ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വെക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഹീറ്റിംഗ് പോകാൻ വേണ്ടിയിട്ട്. ഈ ഹീറ്റിംഗ് പോയതിന് ശേഷം മാത്രം നമ്മുടെ വർക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ 5 മിനിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് കട്ട് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് ടിപ്സോ ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല.
സോ നമുക്കെന്തായാലും ഇപ്പോൾ ഈ ബോർഡ് അതായത് ലോവർ ബോർഡിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ജസ്റ്റ് എന്തായാലും സൈഡിലോട്ട് മാറ്റി വെക്കാം. കാരണം നമുക്ക് ബോർഡ് ഷോർട്ട് വരുന്നത് അപ്പർ ബോർഡിലാവാനാണ് സാധ്യത കൂടുതൽ. സോ ഫസ്റ്റ് അപ്പർ ബോർഡ് എന്താണ് ഈ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ബ്ലാക്ക് കോട്ടിംഗ് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് CPയുടെ മുകളിൽ വരുന്ന ഹീറ്റിംഗ് പേസ്റ്റ്. സോ നമുക്കെന്താണ് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. കാരണം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കണം, നമുക്ക് പിന്നീട് ഒരു ആവശ്യം വരുന്നുണ്ട് ഇതുകൊണ്ട്. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. സോ ഈ ഒരു പേസ്റ്റ് പറഞ്ഞാൽ ഐഫോണിൻ്റെ ഒറിജിനൽ പേസ്റ്റാണ്. സോ നമുക്കെന്താണ് പുറത്ത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പേസ്റ്റിനേക്കാളും കുറച്ച് എന്താണ് പെർഫെക്ഷനും അതേപോലെ ഹീറ്റിംഗ് കപ്പാസിറ്റി ഇതിന് കൂടുതലുണ്ടാവും. സോ ഇതെന്താണ് ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് എന്താണ് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ നമുക്കെന്താണ് ഇതിനി ഒന്ന് DC കണക്ട് ചെയ്തിട്ട് അപ്പർ ബോർഡ് തന്നെയാണോ അതോ ലോവർ ബോർഡ് ആണോ ഷോർട്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ടൈപ്പിലുള്ള ബൂട്ടിംഗ് കേബിൾ എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. സൺഷൈൻ്റെ മോഡലാണ് ഇത് എന്താണ് നമുക്കൊന്നും കൂടി പെർഫെക്റ്റ് ആണ്. അതായത് ബാക്കിയുള്ള മോഡൽസിനേക്കാളും എന്താണ് കൂടുതൽ കാലം നമുക്കെന്താണ് ഈട് നിൽക്കും. അതായത് പെട്ടെന്ന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല. സോ രണ്ടാമത് എന്താണ് DCയിൽ അപ്പർ ബോർഡ് മാത്രം കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്തും സെയിം ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് DC ആണിത്. അതായത് നമ്മളെന്താണ് TBK DC ആണ് വരുന്നത്. പെർഫെക്റ്റ് സാധനമാണ്. ഡിജിറ്റലും അനലോഗും മറ്റേ ടൈം നമുക്ക് എന്താണ് കാണാൻ പറ്റും. സോ ബൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫോണും ഷോട്ടാണ്, സെയിം ഷോട്ട്. നമ്മൾ രണ്ട് ബോർഡും വെച്ചിട്ട് ഏത് രീതിയിലാണ് ആ ഷോട്ട് കാണേണ്ടത് അതേ സെയിം ഷോട്ട് നമുക്ക് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. സോ അപ്പർ ബോർഡിൽ തന്നെയാണ് ഷോട്ട് എന്നുള്ളത് കൺഫേം ആയി. സോ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി എവിടെയാണ് ഷോട്ട്, അതായത് IC ആണോ അതോ കമ്പൗണ്ട് ആണോ ഷോട്ട് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ് തെർമൽ ക്യാമറ മെത്തേഡാണ്. തെർമൽ ക്യാമറ മെത്തേഡ് യൂസ് ചെയ്യാം. ഈ തെർമൽ ക്യാമറ നമ്മൾ ചെയ്യുന്ന അതേ സെയിം മെത്തേഡാണ് നമ്മളെന്താണ് ഈ റോസിൻ ഫ്ലക്സ് ചെയ്യുന്നത്. റോസിൻ ഫ്ലക്സ് പറഞ്ഞാൽ എന്താണ് ജസ്റ്റ് ബോർഡിൻ്റെ മുകളിൽ ടോട്ടലായിട്ട് ഒന്ന് പുകച്ചു കൊടുക്കണം. തെർമൽ ക്യാമറ ആകുമ്പോൾ എന്താണ് നമുക്ക് ജസ്റ്റ് ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് ഹീറ്റിംഗ് വരുന്നത് എന്നുള്ളത്. സോ തെർമൽ ക്യാമറ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് TBK ആണ്. അതായത് TBKൻ്റെ തെർമൽ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കൂടെ വിത്ത് സ്ക്രീന് നമുക്കുണ്ടാവില്ല. സോ നമ്മുടെ അടുത്തുള്ള ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ എന്താണ് ആൻഡ്രോയിഡ് ടാബ് നമുക്ക് വെച്ചിട്ട് നമുക്കതിൻ്റെ ഡിസ്പ്ലേ ആക്കി യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കണ്ടീഷനിലാണ് എന്താണ് അതിൻ്റെ ഈ ഇൻ്റർഫേസ് ഉണ്ടാവുക തെർമൽ ക്യാമറൻ്റെ. സോ അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെന്താണ് മദർ ബോർഡിലേക്ക് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഡയറക്റ്റ് ബാറ്ററി കൺട്രോളാണ് എന്താണ് വോൾട്ടേജ് കൊടുക്കുന്നത്. അതായത് നോർമൽ നമ്മുടെ ഫോണിൻ്റെ ബൂട്ടിംഗ് വോൾട്ടേജ് ഒരു 4 വോൾട്ടേജാണ് കൊടുക്കുന്നത്. 4.2 4.4 ഒക്കെയാണ് നമ്മൾ നോർമലി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ വോൾട്ടേജിൽ എന്താണ് നമുക്ക് അധിക ഡിവൈസിൻ്റെയും ഷോർട്ട് നമുക്ക് ഫൈൻഡ് ആകാറുണ്ട്. അതായത് തെർമൽ ക്യാമറ വെച്ച് നോക്കുമ്പോൾ എവിടെയാണോ ഹീറ്റ് ആകുന്നത് അതായത് ഷോർട്ട് ഉള്ളത് ആ ഭാഗത്ത് എന്താണ് നമുക്ക് ഹീറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കറക്റ്റ് കാണുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. കാരണം ക്യാമറയിൽ കാണുന്നുണ്ടല്ലോ. സോ നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ട്. കാരണം വർക്ക് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്ന ഒരേ സമയത്തായതുകൊണ്ടാണ് ജസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് തെർമൽ ക്യാമറയിൽ കാണണം ഇമേജ്. കാരണം ഇത് നമ്മൾ എന്താണ് ഇതിലേക്ക് ഇനി ബൂട്ടിങ് കൊടുക്കുമ്പോൾ എവിടെയാണ് ഹീറ്റ് ആകുന്നത് നമുക്ക്. കാരണം ഇതിപ്പോൾ ഈ കണ്ടീഷനിൽ എവിടെയും ഈ സാധനം ഹീറ്റ് ആകുന്നില്ല. സോ നമുക്ക് എന്താണ് അതായത് തെർമൽ ക്യാമറ ഇതിൻ്റെ ഹീറ്റിംഗ് കാണിക്കുന്നില്ല എവിടെയും. ഡയറക്റ്റ് ബാറ്ററി കൺട്രോൾ കൊടുത്തിട്ട് എവിടെയും ഹീറ്റ് കാണിക്കുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഷീൽഡ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഈ താഴെ ഭാഗത്ത് എന്താണ് നമുക്ക് എവിടെയും ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. സോ മുകൾ ഭാഗത്ത് ചെറിയൊരു ഷീൽഡ് വരുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ആ ഷീൽഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി എന്താ കണ്ടീഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഷീൽഡ് കട്ട് ചെയ്യുന്നതിൻ്റെ ഓൾറെഡി വീഡിയോ എന്താണ് ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഷീൽഡ് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം, അതേപോലെ എന്താണ് കമ്പൗണ്ട്സിനും അതേപോലെ ഗമ്മും കാരൊക്കെ ഇഷ്യൂ വരാണ്ട് മദർ ബോർഡിൽ പ്രിൻ്റ് മിസ്സാവാണ്ട് എങ്ങനെയാണ് ഷീൽഡ് കട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ബ്ലോവറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്കെന്താണ് ജസ്റ്റ് കട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കെന്താണ് ഇതേപോലെ ഷീൽഡ് കട്ട് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ സിമ്പിൾ മെത്തേഡ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുക. സോ എന്താണ് ജസ്റ്റ് ഷോർട്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്താണ് റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് എന്താണ് ഒരു ഫാസ്റ്റ് ആക്കുന്നുണ്ട്. സോ എന്താ ജസ്റ്റ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത കാര്യങ്ങളാണ് ഇതെങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ.
ഒന്നും കൂടി പറയാം. ജസ്റ്റ് എന്താണ് ഇതേപോലത്തെ ഒരു കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് ഓരോ ഭാഗത്ത് എന്താണ് ജസ്റ്റ് നമ്മുടെ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ജസ്റ്റ് സൈഡ് എന്താണ് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇthen ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് ആ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് അവിടെ റിമൂവ് ആയിട്ട് കിട്ടും. സോ ഇങ്ങനെ റിമൂവ് ചെയ്ത ശേഷം ജസ്റ്റ് എന്താണ് ഇങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ ടോട്ടലായിട്ട് ഷീൽഡ് നമുക്ക് റിമൂവ് ആവും. ഒരു കമ്പൗണ്ട്സിനോ കാര്യങ്ങളൊക്കെ ഒന്നും ഡാമേജ് ആവില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയിട്ട് മാത്രമാണ് ക്ലിപ്പ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ഇവിടെ നോക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, കാരണം മൈക്രോസ്കോപ്പിലൂടെയാണ് ഞാൻ നോക്കുന്നത്. ഇത് ക്യാമറ മൈക്രോസ്കോപ്പിൻ്റെ താഴെയാണുള്ളത്. സോ അതുകൊണ്ടാണ് ഈ രീതിയിൽ വീഡിയോ കാണുന്നത്. സോ എന്താണ് ആ ഒരു ഷീൽഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ അതിൻ്റെ താഴെയും കാരണം നമുക്ക് എന്താണ് ഐസികളും കമ്പൗണ്ട്സും വരുന്നുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഹീറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ് അത് തെർമൽ ക്യാമറ കാണാൻ പറ്റില്ല. ഷീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ആ ഇത് ഷീൽഡ് റിമൂവ് ചെയ്തത്. കാരണം താഴെ ഭാഗത്ത് ഹീറ്റിങ്ങോ ഷോർട്ട്സോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. സോ നമുക്കെന്താണ് ഇത് രണ്ടാമതും തെർമൽ ക്യാമറ എടുക്കാം. അതേപോലെ എന്താണ് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. തെർമൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡ് DC-യുടെ കേബിൾ കണക്ട് ചെയ്യുക, തെർമൽ ക്യാമറയിൽ വെച്ച് നോക്കുക ഏത് ഭാഗത്താണോ ഹീറ്റ് ആകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ തെർമൽ ക്യാമറയിലും അതേപോലെ എന്താണ് DC-യിലും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി എവിടെ ഹീറ്റ് ആകുന്നത് എന്നുള്ളത് നോക്കാം. ഈ തെർമൽ ക്യാമറയിൽ പല സ്ഥലത്ത് ഹീറ്റിംഗ് കാണിക്കുന്നത് അത് മുകളിലുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ രീതിയിലാണ് കാണിക്കുന്നത്. സോ അത് ഹീറ്റിംഗ് അല്ല, ജസ്റ്റ് എന്താണ് കൈയിൻ്റെ ഒക്കെ നോർമൽ ടെമ്പറേച്ചറാണ് അത് സെൻസ് ചെയ്യുന്നത്. മദർ ബോർഡിൽ എവിടെയും ഹീറ്റിംഗ് കാണിക്കുന്നില്ല. സോ നമുക്ക് എന്താണ് രണ്ടാമതും ബാക്ക് സൈഡും അതേപോലെ എന്താണ് ഫ്രണ്ട് സൈഡൊക്കെ നോക്കിയിട്ടും എവിടെയും ഹീറ്റ് കാണിക്കുന്നില്ല. അതായത് ചെറിയ മൈന്യൂട്ട് ഹീറ്റോ മൈന്യൂട്ട് എന്താണ് നമ്മുടെ ജസ്റ്റ് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും എവിടെയും കാണിക്കുന്നില്ല. സോ നമ്മുടെ ഈ ഡയറക്റ്റ് ബാറ്ററി കൺട്രോൾ കൊടുത്തിട്ട് എന്താണ് എവിടെയും നമുക്ക് ഹീറ്റ് കിട്ടുന്നില്ല. പക്ഷേ ഇനി ചെറിയൊരു കാര്യമുണ്ട്, ഇതിൻ്റെ മുകളിൽ ഒരു ഷീൽഡും കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഈ ചാർജിങ് സെക്ഷൻ വരുന്ന ചാർജിങ് IC-യുടെ ഒരു ഷീൽഡ് ഉണ്ട്. മേ ബി ചാർജിങ് IC ആണ് ഹീറ്റ് എങ്കിൽ ആ ഷീൽഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് അവിടെ കമ്പൗണ്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അവിടെ എന്താണ് നമുക്കത് ഹീറ്റിംഗ് കാണിക്കില്ല. സോ നമുക്കത് റിമൂവ് ചെയ്തിട്ട് എന്താണ് അവിടെ ഹീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എവിടെ നോക്കുന്നത് എന്നുള്ളത്. അതായത് തെർമൽ ക്യാമറയിൽ മൈക്രോസ്കോപ്പ് നോക്കിയിട്ട് ആ തെർമൽ ക്യാമറൻ്റെ സ്ക്രീനിൽ റിഫ്ലക്ഷൻ കാണാൻ പറ്റും ജസ്റ്റ് നോക്കുന്നത്. സോ അതുകൂടെ നോക്കിയിട്ട് മാത്രം ഇതേപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡയറക്റ്റ് ഒരു കാറിൻ്റെ വശാൽ ഇങ്ങനത്തെ ഷീൽഡ് കട്ടിങ്ങോ അതുപോലെ കമ്പൗണ്ട് റിമൂവിങ്ങോ ഐസ് റിമൂവിങ്ങോ കാര്യങ്ങളൊന്നും ഡയറക്റ്റായിട്ട് ഒരിക്കലും ചെയ്യരുത്. കാരണം എടുത്തുള്ള കമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്താണ് ഡാമേജ് ആവും. കമ്പൗണ്ട്സ് മാത്രമല്ല, അതിൻ്റെ അടുത്ത് IC ഉണ്ടെങ്കിൽ IC-യും അതുപോലെ കണ്ടർ ഉണ്ടെങ്കിൽ കണ്ടറൊക്കെ ഡാമേജ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേറെ ടൈം നമ്മൾ എടുക്കേണ്ടി വരും, അതേപോലെ എക്സ്പെൻസുമാണ്. സോ നമ്മുടെ സർവീസിൻ്റെ മെയിൻ ഉദ്ദേശം പറഞ്ഞാൽ എക്സ്പെൻസ് കുറച്ചിട്ട് സർവീസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. സോ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും തെർമൽ ക്യാമറ മൈക്രോസ്കോപ്പ് നോക്കിയിട്ട് മാത്രം ചെയ്യുക. സോ ഇവിടെയും ഹീറ്റ് കാണുന്നില്ല, അതായത് ഈ IC-യും ഹീറ്റ് ആകുന്നില്ല, IC അതിൻ്റെ അടുത്തുള്ള കമ്പൗണ്ട്സോ കാര്യങ്ങളൊന്നും ഹീറ്റ് ആകുന്നില്ല. ഇത് ഹീറ്റിംഗ് പോലെ തെർമൽ ക്യാമറ കാണിക്കുന്ന എന്താണ് അത് ആ മുകളിലുള്ള ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. അത് ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹീറ്റിംഗ് ആണ് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. സോ ഇത് ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ ഈ തെർമൽ ക്യാമറ വെച്ചിട്ട് പോലും നമുക്ക് ഇതിൻ്റെ ഹീറ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇതുവരെ കണ്ടെന്താണ് നമ്മൾ വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരുന്നത് നോർമൽ ബാറ്ററി വോൾട്ടേജാണ്. അതായത് 4.2 വോൾട്ടേജാണ് നമ്മൾ ഇതുവരെ ബാറ്ററി കൺട്രോളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. സോ നമുക്കെന്താണ് ഇനി മെത്തേഡ് മാറ്റി പിടിക്കാം, എന്നാലേ രക്ഷയുള്ളൂ. അതായത് ഈ ബാറ്ററി കൺട്രോൾ നമ്മൾ എന്താണ് വോൾട്ടേജ് കൂട്ടി കൊടുക്കുക. ഒരു 6 പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 5 പോയിൻ്റ് വോൾട്ടേജൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കുക. ആ സമയത്ത് എന്താണ് നമുക്ക് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. സോ അതിനൊരു സിമ്പിൾ മെത്തേഡ്, ആ ബാറ്ററി കൺട്രോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതിന് പകരം ഈ ബാറ്ററി കൺട്രോൾ ഡയറക്റ്റ് നമുക്ക് ബോർണിയോയിൽ സ്കെമാറ്റിക്സിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ഇവിടെ കണക്ഷൻ വരുന്നുണ്ട്. അതായത് ബാറ്ററി കണക്ടറിന് ഡയറക്റ്റായിട്ട് പിന്നെ കണക്ഷൻ പോകുന്നത് ഈ ഒരു ഗോൾഡൻ പോയിന്റിലേക്കാണ്, ടെസ്റ്റ് പോയിന്റിലേക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ കുറച്ച് ലെഡ് പിടിപ്പിക്കുക. അതിനുശേഷം ഇതേപോലത്തെ എന്താണ് ഒരു ജമ്പർ വയർ എടുക്കുക. ജമ്പർ വയർ ലെഡ് അവിടെ പിടിപ്പിക്കുക. അതിൻ്റെ എന്താണ് കുറച്ചൊരു ലെങ്ത്തിൽ ജമ്പർ വയർ ഇടുക. ഇതെന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എന്നുള്ളത് ജസ്റ്റ് വീഡിയോ ഒരു തുടർച്ചയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത്. സോ ഇതിങ്ങനെ ഇടുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരങ്ങളുണ്ടോ ഉപദ്രവങ്ങളില്ല. ഓക്കെ, ജസ്റ്റ് എന്താണ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ 130 PPT യൂസ് ചെയ്യുക. അതായത് ജസ്റ്റ് എന്താണ് ഏതെങ്കിലും ഒരു PPT നമ്മളിപ്പോൾ ഈ വാങ്ങിയിട്ട് ഡേറ്റ് കഴിഞ്ഞ PPT അല്ലെങ്കിൽ നമുക്ക് IC റീബോൾ ചെയ്യാനേക്കാളൊക്കെ പറ്റാത്ത PPT ഉണ്ടാവും. സോ അതെന്താണ് അത് വെക്കുക. അതുകൊണ്ട് നമ്മളെന്താണ് ഇതേപോലത്തെ കാര്യങ്ങൾ ഈ
ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഇനി എന്തെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ സോൾഡർ വയറിൻ്റെ മറ്റേ അറ്റം ഒരു ഭാഗം നമ്മളെന്താണ് മദർ ബോർഡിൽ സോൾഡർ ചെയ്തു, അതായത് വി ബാറ്റിൻ്റെ കണക്ഷനിൽ. സോ മറ്റേ ഭാഗം എന്താണ് നമ്മൾ ഇതേപോലെ അതിൻ്റെ ഈ ഇത് കളയാം, അതിൻ്റെ ഈ ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല, ആ കോട്ടിംഗ് കളഞ്ഞിട്ട് നമുക്കെന്താണ് ഡി സിയുടെ കേബിൾ, അതായത് ഡി സിയിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കേബിൾ എടുക്കണം. അതായത് ഡയറക്റ്റ് വോൾട്ടേജ് ബാറ്ററി കണക്ടർ ത്രൂ അല്ലാണ്ട് ഡയറക്റ്റ് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 പോയിൻറ്റ് വോൾട്ടേജ് നമ്മുടെ ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് കേബിളിലും എന്താണ് നമുക്ക് 5 പോയിൻറ്റിൻ്റെ മുകളിൽ വോൾട്ടേജ് കൊടുക്കാൻ പറ്റില്ല. 5 പോയിൻറ്റ് മുകളിൽ എന്താണ് നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ അതിൽ ഓൾറെഡി ഷോർട്ട് കാണിക്കും. അതായത് ആ നമ്മുടെ എന്താണ് ഏതാണ് ബൂട്ട് കേബിൾ യൂസ് ചെയ്യുന്നത് ആ ബൂട്ട് കേബിൾ തന്നെ ഷോർട്ട് കാണിക്കും. നിങ്ങളടുത്ത് ബൂട്ട് കേബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക എത്ര വോൾട്ടേജ് വരെ അതിൽ സപ്പോർട്ട് ആകുന്നുണ്ട് എന്നുള്ളത്. സോ ഇതെന്താണ് ഡയറക്റ്റ് ആയിട്ട് ഡി സിന്ന് എന്താണ് വോൾട്ടേജ് കൊടുക്കുകയാണ് ഞാൻ, ബൂട്ട് കേബിൾ ത്രൂ അല്ല, ബൂട്ട് കേബിൾ ത്രൂ അതായത് നമുക്ക് ഈ ഡയറക്റ്റ് കേബിളാണ്, ബൂട്ട് കേബിൾ അല്ല, ഡയറക്റ്റ് എന്താണ് ഡി സിയുടെ ഇതിൽ നിന്നാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. സോ അതായത് പോസിറ്റീവ് അവിടെ കണക്ട് ചെയ്തു, ജസ്റ്റ് എന്താണ് നെഗറ്റീവ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഹീറ്റിംഗ് കിട്ടി, കണ്ടല്ലേ? അതായത് ആ കേബിൾ ഹീറ്റ് ആവുന്നുണ്ട്, അതല്ല അല്ലാണ്ട് എന്താണ് നമുക്ക് മദർ ബോർഡിൽ ഒരു ഹീറ്റിംഗ് ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തിട്ടോ അത് ഹീറ്റിംഗ് ആവുന്നുണ്ട്. പുകയും കാര്യമൊക്കെ വരുന്നത് ചെക്ക് ചെയ്യേണ്ട, അത് ആ വോൾട്ടേജ് കൂടിയുള്ള പുകയാണ്, മദർ ബോർഡ് പുകഞ്ഞ് പോകുന്നതല്ല. എന്താണ് ആ ജമ്പർ വയറിലൊക്കെ ഓവർ വോൾട്ടേജ് താങ്ങാത്തതുകൊണ്ടാണ്. നോർമൽ ജമ്പർ വയറാണ്, നമ്മൾ ഈ നോർമൽ എന്താണ് ഐ സിയിലൊക്കെ കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ജമ്പർ വയറാണ്. സോ അതുകൊണ്ടാണ് അതിൽ ഓവർ വോൾട്ടേജ് താങ്ങാത്തതും ആ ഒരു പുക വന്നതും. സോ ഇവിടെ ഷോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഗ്രൗണ്ട് ഞാൻ ഓൾറെഡി പോസിറ്റീവ് ഇപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ബാറ്ററി കൺട്രോളിൽ, അതായത് ബാറ്ററി കൺട്രോളിൻ്റെ കണക്ഷനിൽ പോസിറ്റീവ് കൊടുത്തു. സോ നെഗറ്റീവ് എന്താണ് ഞാൻ ബോർഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കപ്പാസിറ്റർ ഒരു കമ്പൗണ്ട് അവിടെ ഹീറ്റ് ആവുന്നത്, ജസ്റ്റ് അത് ചാർജിങ് ഐ സിയുടെ അടുത്തായിട്ട് ഒരു കമ്പൗണ്ട് ഹീറ്റിംഗ് വരുന്നുണ്ട്. സോ ഇത് കമ്പൗണ്ട് ആണോ ഐ സി ആണോ നമുക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കാം. സോ നമുക്ക് എന്താണ് എവിടെയാണോ ഹീറ്റ് ഉള്ളത്, അതായത് ഷോർട്ട് എവിടെയാണോ ആ ഷോർട്ട് നമുക്കിപ്പോൾ ഫൈൻഡായി, സമാധാനമായി. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ഏരിയയിലാണ്, അതായത് ഈ ഒരു കപ്പാസിറ്ററാണ് എന്താണ് അവിടെ ഷോർട്ട് കാണിക്കുന്നത്, ആ സെൻറ്ററിൽ വരുന്ന കപ്പാസിറ്റർ. സോ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വീഡിയോയിൽ ക്ലാരിഫൈ ആക്കി തരാം. തെർമൽ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ആ ഓൾറെഡി പോസിറ്റീവ് അവിടെ കണക്ഷൻ ഉണ്ട്, അപ്പോൾ ഇനി എന്താണ് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുകയാണ്. സോ നെഗറ്റീവ് എന്താണ് ഗ്രൗണ്ടിൽ കൊടുത്തു. സോ അവിടെ ഒരു ഹീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതെ കപ്പാസിറ്റർ തന്നെ, ആ കപ്പാസിറ്റർ എൻ്റെ സൈഡിൽ നിങ്ങൾ കാണണ്ട ജമ്പർ വരെ ഹീറ്റ് ആവുന്നത്, അതിൽ നിന്നാണ് ആ പുക വരുന്നത്, ശ്രദ്ധിക്കേണ്ട. അതായത് ആ കപ്പാസിറ്റർ തന്നെയാണ് അവിടെ ഹീറ്റ് ആവുന്നത്, നമ്മൾ റീവെരിഫൈ ചെയ്തു. സോ ഇനി എന്താ നമുക്ക് ജമ്പറിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല, അതായത് ഏതാണോ കംപ്ലൈൻറ്റ് ഉള്ള ആ സാധനത്തിന് കിട്ടി. സോ ഇനി ജമ്പർ വരും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, എന്ത് ചെയ്യാം ആ കപ്പാസിറ്റർ ഒന്ന് അവിടെ നിന്ന് തട്ടി കൊടുക്കാം. ഈ ഒരു ചെക്കനാണ് എന്താണ് നമുക്ക് ഇതുവരെയും നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കിയത്, ഏകദേശം 20 മിനിറ്റ് അരമണിക്കൂറോളം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തത് ഈ ഒരു കപ്പാസിറ്ററാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവനെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് തട്ടിക്കളയാം. ഈ തട്ടിക്കളയുന്ന കപ്പാസിറ്റർ എന്താണ് നമ്മൾ തിരിച്ച് വെക്കണം കേട്ടോ, അത് ഓർമ്മ വേണം. ഇതേ കപ്പാസിറ്റർ അല്ല, ഇതേ സെയിം ഹൈറ്റിലോ വെയിറ്റിലൊക്കെ ഉള്ളത്. ഇനി എന്താണ് ഈ കണക്ഷൻ നമുക്ക് നമ്മുടെ സ്കീമാറ്റിക്സ് ടൂളിൽ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാം ഏത് കണക്ഷനാണ് കപ്പാസിറ്റർ അവിടെ ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളത്. ഈ മദർ ബോർഡിലുള്ള എല്ലാ കമ്പൗണ്ടും എന്താണ് നമുക്ക് അവിടെ ആവശ്യമുള്ളതാണ്, ഒരു കമ്പൗണ്ടോ ഐ സി ഒന്നും ആവശ്യമില്ലാണ്ട് വെറുതെ വെച്ചതല്ല. സോ നമുക്ക് എന്താണ് അത്യാവശ്യമാണോ എന്നുള്ള മാത്രം ചെക്ക് ചെയ്യുക. അത്യാവശ്യമാണെങ്കിൽ എന്താണ് അവിടെ ആ കമ്പൗണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അത് അത്യാവശ്യമുള്ള കമ്പൗണ്ട് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യാണ്ട് നമ്മൾ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യരുത്, റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ കപ്പാസിറ്റർ അവിടെ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ജസ്റ്റ് രണ്ടാമത് ഡി സിയിൽ കണക്ട് ചെയ്ത് നോക്കാം, ഷോർട്ട് പോയിട്ടുണ്ടോ ഇല്ല, അവൻ തന്നെയല്ലേ ഷോർട്ട് ഉള്ളത്, അതോ ബോർഡിലെ ടോട്ടൽ വേറെയും ഷോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഡി സിയിൽ കൊടുത്തിട്ടുണ്ട്, അതെ ബൂട്ടിങ് നോർമലാണ്. ഈ ഒരു 140 ബൂട്ടിങ് കാണിക്കുന്നത് ഈ ബൂട്ട് കേബിളിൻ്റെ ആണ്. സോ ഈ ബൂട്ട് കേബിളിൻ്റെ അകത്തൊരു മദർ ബോർഡ് ചെറിയൊരു PCB ബോർഡ് വരുന്നുണ്ട്. അതായത് നമുക്കെന്താണ് ഈ ബോട്ട് കേബിളിലും എന്താണ് റീഡിങ് കാണിക്കാം. ബോട്ട് കേബിളിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അതുകൊണ്ടാണ് അവിടെ ആ ഒരു 140 റീഡിങ് കാണിച്ചത്. നമ്മൾ ഡയറക്റ്റ് ഡി സിയിൽ കണക്ട് ചെയ്യുമ്പോൾ 0 അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 0 റീഡിംഗ് ആണ് കാണിക്കേണ്ടത്. സോ ഈ ഒരു 140 കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബൂട്ടിംഗ് കേബിൾ നമുക്ക് എന്താണ് എത്ര ആംബിയറിൽ നിന്ന് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് അവിടെ വന്നത്. ഈ ബൂട്ട് കേബിളിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ എന്തെങ്കിലും കൊടുത്തേക്കാം. സോ നമുക്ക് എന്താണ് ഇനി ഡിസ്പ്ലേയും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ടോട്ടൽ ബൂട്ടിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. നോർമൽ ബൂട്ടല്ലേ അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടോ, അതായത് ഡിസ്പ്ലേ വരുന്നുണ്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ. സോ ഇത് ഈ രീതിയിൽ ഡി സി തന്നെ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് ഫോൺ ഓൺ ആക്കാനുള്ളൊരു, അതായത് പവർ ബട്ടൺ ഷോർട്ട് ചെയ്യാനുള്ളതിൻ്റെ വീഡിയോയും ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ റീൽസ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അൽഹംദുലില്ലാ ഐഫോണിൻ്റെ ലോഗോ വന്നു.
ഈ പകുതി കടിച്ച ലോഗോ കാണാൻ പറ്റില്ല എല്ലാവരും എല്ലാ ടെക്നീഷ്യന്മാരൊക്കെ കളിക്കുന്നത്. സോ ആ ലോഗോ വന്നാൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ ഇത്രയും നേരം ലോഗോ നിൽക്കുന്നതുകൊണ്ട് ഉറപ്പാണ് ഫോൺ എന്തായാലും ഓണായിട്ട് വരും. സോ ഓൺ ആവാണ്ടിരിക്കില്ല, ഓണാവും. ഓണാക് വാടാ കൂട്ടാ, ഓണാക്. ഇവനെന്താ ഓണാവാത്ത? വെയിറ്റ് ചെയ്യ് സാധനം ഇപ്പോൾ ഓണം. ആ ഓണായി, സാധനം ഓണായി. അപ്പോൾ ഓണായ സമയം നോക്കി വെച്ചോളിട്ടാ. നമുക്ക് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാം, രണ്ടാമത് റീജന്. ഓക്കെ, അപ്പോൾ ടച്ചും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ എടുത്തു, ടച്ച് വർക്കിംഗ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുക, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി എന്താണ്, ലെയർ ക്ലീൻ ചെയ്യണം, അതേപോലെ എന്താണ് റീബോൾ ചെയ്യണം, ഫിക്സ് ചെയ്യണം. സോ അതിൻ്റെ ടോട്ടൽ കാര്യങ്ങളും കൂടി ബാക്കി പറഞ്ഞു തന്നിട്ട് എന്താ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ കൊണ്ടാണ് നമുക്ക് എന്താണ് ബോർഡ് കംപ്ലൈൻറ്റ് വന്നത്, ടോട്ടൽ ബോർഡ് നമുക്ക് ഡെഡായത്. ഓക്കെ, സോ എല്ലാ സമയത്തും IC മാത്രമാകില്ല ഷോർട്ട്. നമുക്ക് ഇതേപോലെ കമ്പൗണ്ട്സ്, അതേപോലെ റെസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, റെസിസ്റ്റർ, ഡയോഡ് മാറിപ്പോയി. ഇതെല്ലാം എന്താണ് നമുക്ക് കംപ്ലയിൻറ്റ്സ് വരും. സോ നമുക്ക് എന്താണ് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അതായത് ലെയർ ക്ലീൻ ചെയ്യുക, അതേപോലെ എന്താണ് ലെയർ ക്ലീൻ ചെയ്യുക, വിക്കിഡ്, അതായത് ജസ്റ്റ് ആദ്യം ഫ്ലെക്സ് ഇടുക, പിന്നെ അയൺ ചെയ്യുക, പിന്നെ വിക്കിടുക, പിന്നെ എന്താണ് ടിൻ റൗണ്ട് ക്ലീൻ ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് എന്താണ് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീഡിയോ 2x ഫാസ്റ്റിലാണ്, കാരണം അല്ലെങ്കിൽ ടൈം ഒരുപാടാവും. അപ്പോൾ നിങ്ങൾ തന്നെ എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും. സോ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് 2x ആക്കാം, അതായത് ഡബിൾ സ്പീഡ് ആക്കാം. കാരണം ഇതൊക്കെ നമ്മൾ നോർമലി എല്ലാ ടെക്നീഷ്യന്മാർക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഫ്ലെക്സ് എങ്ങനെ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതേപോലൊരു സാധനം എല്ലാവരും എടുത്ത് വെക്കണം. അതായത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 130 YCS ആണ്. അതായത് ഇത് YCSൻ്റെ ആദ്യം വാങ്ങിയപ്പോൾ എന്താണ് സാധനം ഓക്കെ ആയിരുന്നു. പിന്നെ വാങ്ങിയപ്പോൾ എന്താണ് IC ഇത് എന്താണ് നമ്മുടെ ഈ PPID ഡാമേജായി, റീബോളിങ് കാര്യമൊന്നും പെർഫെക്റ്റ് ഇട്ടുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ യൂസിനും കാര്യമൊക്കെ വെച്ചു. അതായത് നമുക്ക് ഈ ലെയർ ക്ലീൻ ചെയ്യാൻ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഈ ജമ്പർ ചെയ്യുക, അതേപോലെ ഈ സോൾഡ് എന്നൊക്കെ ഈ 130 PPID യൂസ് ചെയ്താൽ മതിയില്ലേ, അതിന് വേണ്ടിയിട്ട് വെച്ചാണ് ഈ ഒരു സാധനം. സോ നമുക്കെന്താണ് വേറെ PPI എടുക്കുക, വേറെ സ്ഥലത്ത് തേക്കുക, അങ്ങനെ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഡയറക്റ്റ് എന്താണ് അയൺ ഇതിലൊന്ന് ജസ്റ്റ് മുട്ടിച്ച് കൊടുക്കുക, ഇതിലേക്ക് PPID ആവും. സോ അതിനുശേഷം എന്താണ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ, അതെല്ലാം വീഡിയോ 2x ഫാസ്റ്റിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഓക്കെ, സോ നോർമലി ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അടുത്തൊക്കെ കമ്പൗണ്ട്സ് ഉണ്ട്, കപ്പാസിറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ എന്താണ് ഓരോരോ കണക്ഷൻസും കാര്യമൊക്കെ വരുന്നുണ്ട്. സോ അതിലേക്കൊന്നും, ആ കമ്പൗണ്ട്സിലേക്കൊന്നും ലെഡ് ടച്ച് ആകരുത്, നമ്മുടെ ഈ അയൺ ടച്ച് ആകരുത്. അയൺ ടച്ച് ആകരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് രണ്ട് കപ്പാസിറ്ററൊക്കെ തൊട്ടടുത്തുണ്ടാവും. സോ അതിൻ്റെ ഒരു കണക്ഷൻ ഗ്രൗണ്ട്, ഒരു കണക്ഷൻ എന്താണ് നമ്മുടെ പോസിറ്റീവ് കണക്ഷൻ ആയിരിക്കും. സോ അതെന്താണ് അതിൻ്റെ അടുത്ത് ടച്ച് ആവും. സോ അത് തമ്മിൽ ടച്ച് ആയാൽ പിന്നെ നമ്മളെന്താണ് ബോർഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബോർഡ് പിന്നെയും ഷോർട്ട് കാണിക്കും. അപ്പോൾ അത് എവിടെയാണ് ഉള്ളത് രണ്ടാമതും വീണ്ടൊക്കെ നമ്മളെന്താണ് തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇനി ലെഡിട്ട് ക്ലീൻ ചെയ്ത് എന്താണ് നമ്മുടെ വിക്ക് എടുക്കുക. അതായത് ഗുഡ് വിക്കിൻ്റെ വിക്കാണ് ഏറ്റവും ബെറ്റർ. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഇതുവരെ വേറെ സാധനം യൂസ് ചെയ്തിട്ടില്ല. ഇനി വേറെ ഏതെങ്കിലും ബ്രാൻഡ് നല്ല സാധനത്തിൽ എന്താ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് വീക്കാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, കാരണം പെർഫെക്റ്റ് ആണ്. സോ അത് ഇതേപോലെ ജസ്റ്റ് എന്താണ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അയൺ വെച്ചിട്ട് എന്താണ് ഇതേപോലെ ഒറ്റ വലിച്ചെടുത്താൽ തന്നെ നമുക്ക് എന്താണ്, കാരണം ടോട്ടലായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അതായത് ഒരു ലെഡോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല, ടോട്ടലായിട്ട് നമുക്ക് എന്താണ് ഇതേപോലെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ തന്നെ എന്താ നമുക്ക് ഈ ലോവർ ബോർഡ് ഇല്ലേ, നമ്മുടെ ഈ റീബോൾ ചെയ്യുന്ന ബോർഡ്, സോ അതും ഇതേ സെയിം മെത്തേഡിലാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നതും ചെയ്തതും. സോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അതും കൂടി ആഡ് ചെയ്താൽ പിന്നെ വീഡിയോ നല്ല ലെങ്ത് ആവും. സോ അത് നിങ്ങൾക്കും ബോറിംഗ് ആവും, എനിക്കും ബോറിംഗ് ആവും, കാരണം ഇത്രയും എഡിറ്റ് ചെയ്തിരിക്കണ്ടേ. വർക്കിൻ്റെ ഇടയിൽ കൂടെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് നല്ല റിസ്ക്കാണ്. സോ ഫ്രീ ടൈം പറഞ്ഞാൽ അധികം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചുരുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് അതും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്താണ്, അതായത് ഇനി ഇത് ടിന്നർ ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. മദർ ബോർഡ് ടോട്ടലായിട്ട് ക്ലീൻ ചെയ്യണം. അതേപോലെ എന്താണ് മദർ ബോർഡിനെ നമ്മൾ ലാസ്റ്റ് ഫിക്സ് ചെയ്യാനാണ് പോകുന്നത്. സോ അതിൻ്റെ അതായത് ഈ ഒരു ബോർഡും ഇതേ സെയിം മെത്തേഡിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ക്ലീൻ ചെയ്യും. ഓക്കെ, സോ നമ്മളെന്താണ് രണ്ട് ബോർഡും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ രണ്ട് ബോർഡും നമ്മൾ ഇനി ഈ ലോവർ ബോർഡ് റീബോളും ചെയ്യും, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്താണ് നമ്മളിത് ഫിക്സ് ചെയ്യുകയും ചെയ്യും ഇതേപോലെ. സോ ഇതിങ്ങനെ നമ്മൾ റീബോർഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക, എല്ലാ ഭാഗം പ്രോപ്പറായിട്ട് ഇരിക്കുന്നില്ലേ. ഇതിങ്ങനെ ഒരു ചിലർ ഇഷ്യൂ വരാറുണ്ട്, അതായത് ചില ഭാഗം ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്കും. അപ്പോൾ അത് പൊങ്ങിയിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, മദർ ബോർഡ് ചെറിയ രീതിയിൽ നിന്ന് ബെൻഡ് ആവുന്നതാണ്. സോ ആ ഇഷ്യൂസ് വരില്ല. ജസ്റ്റ് എന്താണ് നോർമലി ബെൻഡ് ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ബെൻഡ് ഉണ്ടാവുള്ളൂ. സോ എന്താണ് നമ്മൾ തിരിച്ച് ഏത് സൈഡിലാണോ ബെൻഡ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്
ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സോ റീബോൾ ചെയ്യാനുള്ള മെത്തേഡിലൊക്കെ കടക്കാം. ഞാൻ എന്താണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഇത് സാധനം എന്താണ് പക്ക പെർഫെക്റ്റ് ആണ്. നമുക്ക് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതായത് റീബോളിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് അലൈൻ ആകുന്നില്ല എന്നാണെങ്കിൽ പേടിക്കേണ്ട. അതിൻ്റെ താഴെ ലെഡിൻ്റെ ബോൾസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ഇവിടെ ചെറിയൊരു ബോർഡുണ്ട്. സോ അത് നമുക്കെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം എന്താണ് ബോർഡ് പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കും. സോ ഇത് ലാസ്റ്റ് വർക്ക് കഴിഞ്ഞപ്പോൾ ക്ലീൻ ആക്കിയിട്ടല്ല വെച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ പെർഫെക്റ്റ് അല്ലേ എന്നുള്ള എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുക. ഇതെന്താണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി സ്റ്റെൻസിൽ വെക്കുന്നതിൻ്റെ മുന്നായിട്ട് എന്താണ് നമ്മുടെ ടിന്നറില്ലേ, ആ ടിന്നറും ക്ലോത്തും വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ മുകളിൽ പൊടിയോ ഫ്ലക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ക്ലീൻ ആയിക്കോട്ടെ. സോ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് സ്റ്റെൻസിൽ വെക്കുക. ഇത് കറക്റ്റ് ഇതിൻ്റെ തന്നെ മോൾഡും ഇതിൻ്റെ തന്നെ അച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ് നമുക്ക് സ്റ്റെൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവുക കാര്യങ്ങളോ ഒന്നും വരില്ല. പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ബോൾസും എന്താണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പുറത്തോട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് അതായത് റീബോൾ ചെയ്യാനുള്ള ലെഡ് പ്രിപ്പയർ ചെയ്യാം. സോ ഇതേപോലത്തെ ഒരു ടിഷ്യൂ എടുക്കുക. അതിലേക്ക് എന്താണ് 138 PPD. ഞാനിവിടെ യൂസ് ചെയ്യുന്ന PPD ഇതാണ്. അതായത് മാൻഡിൻ്റെ 138 ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ്. അത് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം YCS യൂസ് ചെയ്തിരുന്നു. YCSന് ശേഷമാണ് ഇതിലേക്ക് മാറിയത്. അതായത് YCSൻ്റെ ഇപ്പോൾ നിലവിൽ വരുന്ന ബാച്ചിൽ നമുക്ക് എന്താണ് ടോട്ടൽ കംപ്ലയിൻസ് ഉണ്ട്. അതിപ്പോൾ സോൾവ് ആയോ ഇല്ലയോ എന്നുള്ള അറിയില്ല. നിലവിൽ എന്താണ് ഞാൻ യൂസ് ചെയ്തിട്ട് സാധനത്തിലേക്ക് കംപ്ലയിൻസ് കിട്ടി. അതിന് ശേഷം എന്താണ് ഈ ഒരു മാൻഡിലേക്ക് മാറി. സോ ഇത് നമുക്ക് ജസ്റ്റ് കുറച്ചെടുക്കുക. എന്താണ് ഇതേപോലെ നമ്മുടെ ഈ ടിഷ്യൂലേക്ക് അപ്ലൈ ചെയ്യുക. ടിഷ്യൂലേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നല്ല രീതിയിൽ ഫ്ലെക്സ് ഉണ്ട്. അതായത് ഈ ഫ്ലെക്സ് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് അത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ അതേ രീതിയിൽ പ്രസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നല്ല സ്ട്രോങ്ങിൽ. അതിന് ശേഷം നമുക്ക് ഇതേപോലെ കിട്ടും. അതിൻ്റെ ഫ്ലെക്സുകളൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ ഒരു മീജിങ്ങിൻ്റെ നമ്മുടെ ഈ ഒരു ടൂൾ വരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റെൻസിലൊക്കെ എന്താണ് നമുക്ക് നമുക്ക് മാഗ്നറ്റ് വരുന്ന സ്റ്റെൻസിൽ അതിൻ്റെ കൂടെ ഈ ഒരു സാധനം കിട്ടും. ഇതല്ല നമ്മുടെ എന്താണ് ഇരുമ്പല്ല, അയണല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇത് നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഓൾറെഡി മാഗ്നറ്റ് വെച്ചിട്ടുള്ള സ്റ്റെൻസിലിൻ്റെ മുകളിൽ നമ്മൾ എന്താണ് ഇത് PPD അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം അതിലേക്ക് അട്രാക്റ്റ് ആവില്ല. സോ അതൊരു ബെറ്റർ സാധനമാണ് മീജിങ്ങിൻ്റെ. ഈ ഒരു ടൂളിൻ്റെ കൂടെ തന്നെ എന്താണ് എനിക്കിത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയാണ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ യൂസേജ് നമുക്ക് എന്താണ് ഫ്രീ ആണെങ്കിലും സാധനം നല്ല യൂസേജാണ്. സോ ഇതേപോലെ എന്താണ് നല്ല രീതിയിൽ നിന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഈ വൈപ്പ് ചെയ്യുന്നതൊക്കെ എന്താണ് ജസ്റ്റ് ഫാസ്റ്റ് കൂട്ടിയിട്ടാണ് വീഡിയോയിൽ ഇട്ടേക്കുന്നത്. അതേപോലെ ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സമയം എടുത്തിട്ട് എല്ലാ ഭാഗത്തും PPD ആയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വേണം ചെയ്യാൻ. ചാടിക്കയറി ചെയ്ത് അവിടെ PPD ആയി ഇവിടെ PPD ആയില്ല എന്ന് പറഞ്ഞ് പിന്നെ എന്നെ കുറ്റം പറയരുത്. ഞാൻ ഈ വീഡിയോ PPD തേക്കുന്നതൊക്കെ എന്താണ് 2x ഫാസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് രീതിയിൽ ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, വെറുതെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ല. ഈ ഒരു ഭാഗത്ത് എന്താണ് നമ്മൾ കറക്റ്റ് നല്ല ശ്രദ്ധിക്കണം. കാരണം ഓവർ PPD ആകരുത്. ഓവർ PPD ആ സിം ട്രെയിൻ്റെയും നമ്മുടെ മദർ ബോർഡിൻ്റെയും സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്. അവിടേക്ക് ഇറങ്ങിയാൽ അവിടെ ബോൾ പോലെ ഫോം ചെയ്യും. അതിനുശേഷം പിന്നെ എന്താ നമ്മൾ ബോർഡ് ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താണ് അത് ഇടങ്ങേറായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ രണ്ടാമത് അതെന്താണ് വിക്ക് വെച്ച് വൈപ്പ് ചെയ്യാൻ നിൽക്കണം. ചിലപ്പോൾ വിക്ക് വെച്ച് വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ ലെയറിൻ്റെ ബോൾ കൂടെ അതിൻ്റെ കൂടെയൊക്കെ പോരും. സോ ഇതേപോലെ എന്താണ് ജസ്റ്റ് സൈഡിൽ ഇനി അഥവാ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതേപോലെ ട്യൂസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. സ്റ്റെൻസിൽ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ക്ലീൻ ചെയ്യുന്ന ഒന്നും കൂടി ബെറ്ററാണ്. കാരണം അഥവാ സ്റ്റെൻസിൽ ഇളകിയാൽ നമുക്ക് എന്താണ് ഇതേ അവസ്ഥയിൽ തന്നെ PPD കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ PPD എടുക്കണ്ട, അതായത് PPD പിന്നെ സ്റ്റെൻസിൽ വെക്കേണ്ട തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് എടുത്ത് കൊടുക്കുക. അതായത് ചെറിയൊരു പോർഷൻ ഉണ്ടെങ്കിൽ പോലും ആ പോർഷൻ പോലും ഇതേപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഡീപ്പ് ക്ലീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം എന്താണ് നമുക്കിത് ഇനി സ്റ്റെൻസിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എല്ലാ ബോളിലും കറക്റ്റ് PPD ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ സ്റ്റെൻസിൽ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സോ എന്താണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഇതില്ലേ നിങ്ങൾ ഏതാണോ ക്ലീനിങ് ലിക്വിഡ് യൂസ് ചെയ്യുന്നത് അത് നല്ല ഓവർ ആവരുത്. ജസ്റ്റ് ചെറിയൊരു ഫോമിൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അതായത് ക്ലോത്തിലേക്ക് ടിന്നർ ഉണ്ടാകണം, എന്നാലോ നമ്മുടെ ലിക്വിഡായിട്ട് ടിന്നർ ഇതിലേക്ക് ആവും ചെയ്യരുത്. ജസ്റ്റ് ഒരു നമുക്ക് എന്താണ് ആ മുകൾ ഭാഗം മാത്രം ക്ലീൻ ആകുന്ന രീതിയിൽ. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ജസ്റ്റ് ഒരു 4-5 സെക്കൻഡുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ യൂസേജ് എന്താണ് എന്നുള്ളത്. ഇനി നമുക്ക് എന്താണ് ജസ്റ്റ് ഇത് സ്റ്റെൻസിലെടുക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് ചെയ്യുന്നത്, അതായത് ടിന്നർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പൊടി പോലും എന്താണ് സ്റ്റെൻസിലിൽ ലെഡില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റെൻസിലിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് പണിയാണ്. ഒരു ഭാഗത്ത് സ്റ്റെൻസിൽ ഇട്ടെടുക്കുമ്പോൾ മറ്റേ ഭാഗം സ്റ്റെൻസിൽ പൊങ്ങും. അപ്പോൾ എന്താണ് ഒരു ഭാഗത്തടിക്കുമ്പോൾ മറ്റേ ഭാഗം പൊങ്ങും. മറ്റേ ഏതൊരു സിനിമയിലുണ്ടല്ലോ ഒരു തലയണ വെക്കുന്ന സീന അതുപോലെ ആയിരിക്കും.
അപ്പോൾ ഇനി ഇതേപോലെ ഒന്നുകൂടി നോക്കുക, അതായത് ആ ഭാഗത്ത് ഇനിയും ലെഡ് ഉണ്ട് എന്നാണെങ്കിൽ അതും കൂടി ജസ്റ്റ് എന്താണ് ഇതേപോലെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി കൊടുക്കുക. ക്ലീൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓൾറെഡി ഉള്ള പി പി ടി പോകരുത്. ബോൾസിൻ്റെ അതായത് പ്രിൻറ്റിൻ്റെ മുകളിൽ അയക്കുന്ന പി പി ടി പോകാണ്ട് അതിലേക്ക് ഈ പി പി ടി ആഡ് ആകുകയും ചെയ്യരുത്. സോ അതേപോലെ എന്താണ് നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്ലീനിങ് ഒക്കെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്താണ് നമുക്ക് ഈ പി പി ടി ഒന്ന് ബോളാക്കി എടുക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു 340 ഹീറ്റ്, അതേപോലെ ഒരു 40 എയർ, ക്യുക്കിൻ്റെ 861 ബ്ലോവർ, അതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിൽ 340 അത് പെർഫെക്റ്റാണ്. സോ അതെന്താണ് ആ ഒരു ഇതിലെന്താണ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ആദ്യം ഒരു കോർണറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഒരു കോർണറിൽ കുറച്ച് സമയം വെച്ച് ഹീറ്റ് ചെയ്താൽ തന്നെ എന്താണ് 130 ആയതുകൊണ്ട് 340 ഹീറ്റുണ്ട്, 340 ഹീറ്റും 40 എയറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും അതായത് ഫാസ്റ്റായിട്ട് നമുക്കത് ബോളാവുന്ന കാണാൻ പറ്റും. പ്രത്യേകം പറയുന്നത് മൈക്രോസ്കോപ്പ് കൂടെ നോക്കണം, ഇല്ലെങ്കിൽ ബോളാവുന്ന കാണാൻ പറ്റില്ല. ഓക്കെ, മിസ്റ്റേക്ക് വരും. സോ നമ്മളെന്താണ് ബ്ലോവർ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ആ ബോർഡ് നമ്മളെന്താണ് ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മൂവ് ചെയ്യുമ്പോൾ എന്താണ് ബ്ലോവറിൻ്റെ ആ സൈഡ് കൊണ്ട് ഇപ്പുറത്തുള്ള ലെഡ് റിമൂവ് ആകരുത്. റിമൂവ് ആയാൽ പിന്നെയും രണ്ടാമത് ക്ലീൻ ചെയ്ത് രണ്ടാമത് പിന്നെയും റീബോൾ ചെയ്യാൻ നിൽക്കേണ്ടി വരും. ഇതിങ്ങനെ ഒരു വട്ടം ഹീറ്റ് അടിച്ചിട്ട് എല്ലാ ബോൾ ആയതിന് ശേഷം എന്താണ് നമ്മൾ ഇതേപോലെ രണ്ടാമതും ഒന്ന് ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ പിന്നെ ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫ്ലെക്സ് തന്നെ എന്താണ് അതവിടെ പ്രോപ്പറായിട്ട് ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു ഇടുന്ന ഫ്ലെക്സ് തന്നെ അധികമല്ലേ ബോർഡ് അവിടെ ഇളകി കളിക്കില്ല എന്നുള്ളത്. ഇളകി കളിക്കില്ല, അതിനൊരു പണിയുണ്ട്. ഇതാ കൺട്രോളി. അതായത് രണ്ടാമതും നമ്മളെന്താണ് ഈ ഫ്ലെക്സ് ഇട്ടതിന് ശേഷം നമ്മളെന്താണ് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഹീറ്റ് അടിച്ച് കൊടുക്കുക. ഹീറ്റ് അടിച്ച് കൊടുക്കുമ്പോൾ ആ ബോളിൻ്റെ ഗ്യാപ്പിലുള്ള ഫ്ലെക്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി ഫ്ലെക്സ് എന്താണ് സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങും, ബോർഡിൻ്റെ ഉള്ളോട്ട് ഇറങ്ങും, പുറത്തോട്ട് ഇറങ്ങും. ഉള്ളോട്ട് ഇറങ്ങുന്ന പ്രശ്നമില്ല, ഫ്ലെക്സ് അല്ലേ, നമുക്കത് നോർമലി ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല. ലെഡ് അല്ലാത്ത ഫ്ലെക്സ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇഷ്യൂസും കാര്യങ്ങളോ ഒന്നുമില്ല. ഇതേപോലെ ഹീറ്റ് അടിച്ച് കൊടുക്കുക. എന്നിട്ട് എന്താ കുറച്ച് നേരം ഒന്ന് ആ ബോർഡ് എന്താണ് ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ബോർഡ് റെസ്റ്റ് ആവാൻ വേണ്ടി എടുക്കുക. എന്നിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതേപോലെ ചിലപ്പോൾ എന്താണ് ബോൾസായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അത് നമ്മുടെ നേരത്തെ ക്ലീനിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഉള്ളോട്ട് ചിലപ്പോൾ ലെഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് എന്താണ് നമുക്ക് വീണിട്ടുണ്ടാവും. സോ അതെന്താണ് അതേപോലെ എന്തെങ്കിലും ലെഡ് ഉണ്ടോ ഇല്ലെങ്കിൽ ജമ്പർ വയർ ഉണ്ടോ എന്തെങ്കിലും അയണിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് എന്താണ് നമ്മളൊന്ന് ഇത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം എന്താണ് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കൂളാവാൻ വെക്കുക. കൂളാവാൻ വെക്കുന്ന സമയത്ത് എന്താണ് ഞാൻ ഇതിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. സോ അതുകൊണ്ടൊന്ന് കൂളായതിനു ശേഷം മദർ ബോർഡ് പുറത്തെടുക്കുക. എന്നിട്ട് നമ്മുടെ സെയിം മെത്തേഡ് നമ്മുടെ ഇത് ലെയർ ചെയ്യുന്ന മെഷീൻ നമ്മുടെ സ്വാപ്പ് ചെയ്യുന്ന ലെയർ ചെയ്യുന്ന സാധനമല്ലേ നേരത്തെ വീഡിയോയിൽ കാണിച്ച അതിൻ്റെ മുന്നായിട്ട് നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു ആ ബ്ലാക്ക് ഗം എടുത്ത് മാറ്റി വെക്കണം എന്നുള്ളത്. ഗമ്മല്ല, ഹീറ്റിംഗ് പേസ്റ്റ്. സോ അതെന്താ വെച്ചാൽ നമ്മളെന്താണ് ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് ആ സി പി വരുന്ന കറക്റ്റ് പോർഷനിൽ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ എന്താണ് നല്ല അടിപൊളി ബ്രാൻഡിൻ്റെ ഹീറ്റിംഗ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതില്ല എന്നാണെങ്കിൽ എന്താണ് എൻ്റെ കയ്യിലുള്ള സാധനം കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇത് ഐഫോണിൻ്റെ ഒറിജിനലാണ്. ഇത് നമുക്ക് തിരിച്ചാഡ് കൊടുത്ത ഒരു ഇഷ്യൂസും കാര്യമൊന്നും വരുന്നില്ല. ഇനി ഈ കാര്യം നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ഹീറ്റിംഗ് കൺട്രോളിന് വേണ്ടിയിട്ട് മാത്രം എന്താണ് അവർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മുടെ ഒരു സമാധാനം, ആ കസ്റ്റമർ പിന്നെ ഹീറ്റിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞ് തിരിച്ച് വരില്ല എന്ന് നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ചെന്താണ് ഇതേപോലെ ഈ മോൾഡിൻ്റെ മുകളിൽ വെക്കുക. നമ്മുടെ മദർ ബോർഡ് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുക. ആ കറക്റ്റ് എന്താണ് ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് അവിടെ ഇരിക്കും. എന്നിട്ട് ഇതേപോലെ എന്താണ് ജസ്റ്റ് ഒന്ന് ഇളകുന്നുണ്ടോ നോക്കുക. നമുക്കെന്താണ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് മെൽറ്റായതിന് ശേഷം. സോ ഇതേപോലെ മൂവ് ആകുന്നുണ്ടോ ലെഡൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അതിന് ശേഷം മാത്രം നമ്മുടെ ഈ സെപ്പറേറ്റർ മെഷീൻ എന്താണ് ഓൺ ചെയ്യുക. ഇത്രയും സമയത്ത് നമ്മളത് ഓൺ ചെയ്യരുത്. കാരണം ഈ സമയത്ത് നമ്മളത് ഓൺ ചെയ്താൽ നമുക്കതിൻ്റെ കറക്റ്റ് ഹീറ്റിംഗ് മെഷർ കിട്ടില്ല. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 220 ഹീറ്റ് കറക്റ്റ് 220 ആകണം എന്നില്ല. 138 PPT നമ്മൾ രണ്ടാമത് ആഡ് ചെയ്തുകൊണ്ട് എന്താണ് അത് ഏകദേശം 200 ഹീറ്റ് ആകുമ്പോൾ തന്നെ എന്താണ് ആ ബോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങും. മുകളിലുള്ള ഏറ്റവും ഹൈ ലെവലുള്ള ബോൾസ് വരെ നമുക്കെന്താണ് മെൽറ്റായി തുടങ്ങും. സോ അതുകൊണ്ട് നമുക്കെന്താണ് ഇത് ഈ മെൽറ്റിങ്ങിൻ്റെ കുറേ സമയം എന്താണ് നമുക്ക് ടൈം എടുക്കുന്നുണ്ട്, അതായത് ആ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ ഞാൻ തന്നെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ബോർഡ് അതിൻ്റെ മുകളിൽ വെച്ചു സ്പോട്ട് തന്നെ എന്താണ് ഹീറ്റായി. അതല്ല, അത്യാവശ്യം ടൈം എന്താണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. നോക്കിയാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട്.
സോ നമുക്കെന്താണ് ഇതേപോലെ അറിയാൻ പറ്റും എന്താണ് നമുക്ക് ആ സൈഡിൽ ഫ്ലെക്സ് നമുക്ക് പുറത്തോട്ട് ബൾജായിട്ട് വരും. സോ ആ സമയത്ത് നമുക്ക് ബോർഡ് ഫിക്സ് ആയിട്ടുള്ളത് അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഓരോ കോർണറും ജസ്റ്റ് ഒന്ന് മൂവ് ആക്കി കൊടുക്കുക. നമ്മൾ ഐസി ഏത് രീതിയിലാണോ ഫിക്സ് ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ എന്താണ് ബോർഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ആ ബോർഡ് മൂവ് ആവുന്നതോടെ അറിയാൻ പറ്റും. മൂവ് ആയിട്ട് എന്താണ് ജസ്റ്റ് നമ്മൾ അതിൻ്റെ കറക്റ്റ് അതേ പൊസിഷനിൽ തന്നെ എന്താണ് അത് വന്ന് ഇരിക്കുകയും ചെയ്യും. സോ ആ ഒരു സമയത്ത് എന്താണ് നമുക്ക് മനസ്സിലാക്കാം ബോർഡ് പ്രോപ്പറായിട്ട് എല്ലാ ബോർഡും ഫിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് ശേഷം എന്താണ് നമുക്ക് ജസ്റ്റ് ഓക്കെ, നമുക്ക് എന്തായാലും ബോർഡ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്, നമുക്ക് ബോർഡ് റിമൂവ് ആക്കാം. കറക്റ്റ് റിമൂവ് ആണ്, കാരണം ബോർഡ് ഇളകരുത്. ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വെക്കുക, ഈ മെഷീന് മാറ്റാം. മെഷീൻ്റെ മുകളിൽ കൈ പറ്റിയാൽ നല്ല രീതിയിൽ ഒരു സീൽ അവിടെ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഇതില്ലേ T4 നമ്മുടെ ടൂള്, അത് ജസ്റ്റ് ഒരു വെയിറ്റിന് നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം വെച്ച് കൊടുക്കുക. അത് ബോർഡ് അവിടെ കറക്റ്റ് ഫിക്സ് ആണുള്ളത്. ഇത് പ്ലാസ്റ്റിക് എടുത്ത് വെക്കാൻ നിൽക്കരുത്. ഞാൻ വീഡിയോയിൽ ഇതൊരു സർവീസ് ടിപ്സ് ആയിട്ട് പറഞ്ഞിരുന്നു. സോ അത് കണ്ടൊരു ടെക്നീഷ്യൻ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ ടൂൾ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു, അതും സെപ്പറേറ്ററിൻ്റെ മുകളിൽ സാധനം അവിടെ ഉരുക്കി പിടിച്ച്, എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. ഞാൻ വീട്ടിൽ കാണിച്ച സ്റ്റീലാണ് ഇത്. ഇത്രയും സമയത്തല്ല, കുറച്ച് സമയമാണ് ഇത് കൂളാൻ വെച്ചിട്ടുണ്ട്. വീഡിയോ കട്ട് ചെയ്താണ്, ഓൾറെഡി ഒന്നും കൂടി പറയാം. ഓക്കെ, അതിനുശേഷം എന്താണ് ബോർഡ് എടുക്കുക, പ്രോപ്പറായിട്ട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്താണ് ക്ലീൻ ചെയ്യാം. വീഡിയോ സൂം മാറ്റി കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റ് പ്രോപ്പറായിട്ട് എന്താണ് നമ്മളുള്ള ഫ്ലെക്സ് അതേപോലെ എന്താണ് ടിന്നർ വെച്ചിട്ട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പെർഫെക്റ്റാണ്, പെർഫെക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. എവിടെയും ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമതൊന്ന് DC വെച്ചിട്ട് ഫിക്സ് ചെയ്തത് പ്രോപ്പർ അല്ലേ എന്നുള്ള കാര്യം ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, എന്തായാലും വീണ്ടും ഡിസ്പ്ലേ കണക്ട് ചെയ്യുക. ഫോൺ നമ്മൾ നേരത്തെ ബൂട്ട് ചെയ്ത് കാണിച്ചാണ്. സോ എന്തായാലും 2 ബോർഡും കൂടി വെച്ചിട്ട് എന്താണ് നമുക്കൊന്നും കൂടി ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ബൂട്ട് ചെയ്ത് കാണിക്കാം. സെയിം മദർ ബോർഡ്, അതായത് ബാക്കിയുള്ള ചൈനക്കാരും ജപ്പാൻകാരൊക്കെ ചെയ്ത പോലെ ഒരു ബോർഡിൽ വർക്ക് ചെയ്ത് മറ്റൊരു ബോർഡിൻ്റെ ഔട്ടല്ല കാണിക്കുന്നത്. നമ്മൾ ഏത് ബോർഡിലാണോ വർക്ക് ചെയ്ത് അതേ സെയിം ബോർഡാണ് ഞങ്ങളുടെ ഔട്ട്പുട്ടായിട്ടും കാണിക്കുന്നത്. കള്ളത്തരോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല, സെയിം ബോർഡ്. സോ നമ്മുടെ ഐഫോണിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്, സാധനം ഫുൾ ബൂട്ട് ആകുന്നുണ്ട്. ഓക്കെ, ഫുൾ ബൂട്ട് ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും അതും കൂടി കണ്ടിട്ട് ഒന്ന് സമാധാനമാവാം. ഓക്കെ, ഫോൺ ഫുള്ള് ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ടച്ച് വർക്കിംഗ് ഇല്ല. ടച്ചും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. സോ നമുക്കിനി എന്ത് ചെയ്യുക, ബോർഡ് ഒന്നുകൂടി ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. അതായത് എവിടെയെങ്കിലും ഫ്ലെക്സ് ഉണ്ടോ, നമ്മൾ കസ്റ്റമർക്ക് ഇനി എന്താണ് ഫോണിൽ ഫിക്സ് ആക്കി കൊടുക്കുകയാണ്. സോ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. സോ അതിനുശേഷം എന്താണ് ലാസ്റ്റ് നമ്മൾ കസ്റ്റമർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് ബോർഡ് ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും ലെഡ് ഉണ്ടോ അതേപോലെ ഫ്ലെക്സ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ക്ലീൻ ആക്കിയ ശേഷം എന്താണ് ബോർഡിൽ ഫിക്സ് ചെയ്യാം. ബോർഡിൽ ഫിക്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. സോ എന്താണ് ബോർഡിൽ ഫിക്സ് ആക്കിയതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചു തരാം ഔട്ട്പുട്ട്. ജസ്റ്റ് എന്താണ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു, എല്ലാ ഇതും വെച്ചു. നമുക്ക് ആ ഷീൽഡ് തിരിച്ച് വെക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് ഇഷ്യൂ ഇല്ല, ഷീൽഡ് അല്ലേ, നമുക്ക് എങ്ങനെയായാലും തിരിച്ച് വെക്കാൻ കഴിയില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.